നിങ്ങൾക്കറിയാമോ, ഞാൻ 5 മാസക്കാലം 2020 കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ആയിരുന്ന ആളാണ്. ഞാൻ ആ പാർട്ടി വെറുത്തിട്ട് അത് ഞാൻ രാജിവെച്ചതാണ്. ഞാൻ 2020 കുറിച്ചോ സാബുവിനെ കുറിച്ചോ ഒരു വാക്കും ഞാൻ പറയുകയില്ലെന്ന് ഞാൻ സാബുവിന് ഒരു കാലത്ത് വാക്ക് കൊടുത്തിരുന്നതാണ്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വെങ്ങോല പഞ്ചായത്തിലെ ഇലക്ഷന്റെ പ്രചരണം തുടങ്ങിയ വീഡിയോയ്ക്കകത്ത്, അതൊരു സ്റ്റേജ് പ്രോഗ്രാമിനകത്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ അഷറഫ് അസ്ലം എന്ന് പറയുന്ന ഒരു ജില്ലാ കോർഡിനേറ്റർ അവിടുന്ന് രാജിവെച്ചു. അയാൾ രാജിവെച്ചപ്പോൾ അയാൾ ഞങ്ങളൊന്നും രാജിവെച്ചപ്പോൾ കാണിച്ചതുപോലെ മിണ്ടാതിരുന്നില്ല. അയാൾ ഉള്ള കാര്യം തെളിച്ചു പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഞാൻ അസ്ലത്തിനെ ഒരഭിവാദ്യം ചെയ്യുന്നു. ഇത്ര തൻ്റെ ഇടത്തോടെ നിങ്ങൾ ഈ കാര്യം ജനത്തിനോട് പറഞ്ഞപ്പോൾ നിങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ഞങ്ങളെപ്പോലെയുള്ള കുറേ മണ്ടന്മാര്, ഞങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടായില്ല, ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ അസ്ലം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഒന്ന്, ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്തുനിന്ന് രാജിവെച്ചതെന്ന് ഞാൻ പറയാൻ പോവുക. ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഞാൻ ലാസ്റ്റ് മറുപടി പറയാം, പറ്റുന്നതിനൊക്കെ. എല്ലാത്തിനും പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വന്നാൽ പറ്റിയല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാബു വെങ്ങോലയിലെ വേദി വെച്ച് പറഞ്ഞു, കോട്ടയത്തു നിന്നുള്ള ഒരു സജി തോമസ്, അയാൾ എന്നോട് 1.25 കോടി ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാം. പിറ്റേ ദിവസം ഞാൻ അയാളോട് പറഞ്ഞു ഇല്ല, തരാൻ എൻ്റെ ഈ പണമില്ല. അയാൾ പിണങ്ങിപ്പോയി, അയാൾ രാജിവെച്ചു പോയി. അയാൾ പിണങ്ങിപ്പോയി നിരന്തരം പ്രസ്താവനകൾ ഇറക്കി. അയാൾ നമ്മുടെ പാർട്ടിക്കെതിരെ അയാൾ വീഡിയോകൾ ഇറക്കി. ഞാൻ സാബുവിനോട് ചോദിക്കട്ടെ, ഞാൻ ഇറക്കിയ ഒരൊറ്റ പ്രസ്താവന തനിക്ക് കാണിക്കാൻ പറ്റുമോ? പറ്റുമോ? തൻ്റെ സോഷ്യൽ മീഡിയ ടീം തലയും കുത്തി കിടന്നാൽ അത് എടുക്കാൻ പറ്റുമോ? കാരണം ഞാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഞാൻ കാണിച്ച ഒരു വീഡിയോ കാണിക്കാൻ പറ്റുമോ? ഞാൻ 2020-ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അപ്പൊ അഫ്സലിനെ പോലെ ആമ്പിള്ളേർ ഇനി എഴുന്നേൽക്കുമ്പോൾ അതിനെതിരെ ഒരു വെടിവെച്ചതാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ കൊണ്ട് ഇറക്കിയത് കൊണ്ടാണ് എനിക്ക് മറുപടി പറയേണ്ടി വന്നത്. ഞാൻ ഇതിന് മറുപടി പറയുക തന്നെ ചെയ്യും. ഞാൻ വിചാരിച്ചായിരുന്നു, ഞാൻ 18ഓളം വീഡിയോകൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഓരോ ദിവസവും ഓരോന്ന്, കാരണം മലയാളിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടത്. ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടു, 1 മണിക്കൂറിനുള്ളിൽ വീഡിയോ പിൻവലിക്കേണ്ടി വന്നു. യൂട്യൂബിൽ വീഡിയോ ഇട്ടു, 2 മണിക്കൂർ കൊണ്ട് കമന്റ് തെറിയുടെ പെരുന്നാൾ. എന്നാ കമന്റ് എന്നറിയോ? ഞാൻ ആദ്യം ഒന്ന് പറയാം. ഈ പ്രധാനമന്ത്രിക്കെതിരെ ഒരു കമന്റ് എഴുതുവാണെങ്കിൽ, അല്ല അനുകൂലമായിട്ട് കമന്റ് എഴുതുവാണെങ്കിൽ, ആരെങ്കിലും മോദി സാറ് എന്ന് വിളിക്കുവോ? അമിത്ഷാ സാറെന്ന് വിളിക്കുവോ? പിണറായി സാറെന്ന് വിളിക്കുവോ? ഇല്ല. പക്ഷെ ഈ കമന്റിന്റെ അടിയിലെല്ലാം നോക്കിക്കോണം, സാബു സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. സാബുവിനെ വിശ്വാസമൊന്നുമല്ല, സാബു ജേക്കബിനെ വിശ്വാസമൊന്നുമല്ല, സാബു സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. എന്നാ കാര്യം എന്നറിയാവോ? അടിമകളാ. ഈ 12,000 എണ്ണത്തിനെ വെച്ചിരിക്കുക അടിമകളായിട്ട്. എടാവേ, എവിടെയെങ്കിലും വീഡിയോ വന്നാൽ കയറി തകർത്തോണം, അടി കമന്റ് ഇട്ടോണം. ഇത് ഞാൻ എൻ്റെ വീടിന്റെ ലോണിന്റെ സമയത്ത് ഞാനിത് ശ്രദ്ധിച്ചതാ, ഈ കൂടുതൽ കമന്റ് എവിടുന്നാ വരുന്നെന്ന്. എന്നിട്ട് ഇതിങ്ങനെ താഴോട്ട് എഴുതുക, സാബു സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിച്ചോ, എനിക്കെന്നാ കുഴപ്പം? പോയി പണി മേടിച്ചു കഴിയുമ്പം രാജിവെക്കും. രാജിവെച്ചവരുടെ ലിസ്റ്റൂടെ ഞാൻ പറയാം, എനിക്കറിയാവുന്നത്തോളം പേര്. രാജിവെച്ചതൊന്നും വെറും ചണ്ണകളൊന്നുമല്ല, കാര്യങ്ങൾ അറിയാവുന്ന ആമ്പിള്ളേർ രാജിവെച്ചത്. ഇനി അങ്ങോട്ട് താവോട്ട് നിങ്ങൾക്കിത് എന്നേലും മനസ്സിലാവും. അപ്പൊ കേരളം മുഴുവൻ, ലോകം മുഴുവനുള്ള ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു? ഞാൻ ഒന്നും പറഞ്ഞില്ല. സാബുവായിട്ട് ഇത് തുടങ്ങി വെച്ചോണ്ടാ ഞാനിത് പറയാമെന്ന് തീരുമാനിച്ചത്. ഈ 10 മിനിറ്റുള്ള വീഡിയോ 10-15 ദിവസമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെ 10-18 ദിവസം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ് മടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഗതികേടിന്റെ സമയത്ത് ഞാൻ പൊതുജനത്തിന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടുമുണ്ട്. അപ്പൊ നീ കള്ളനാ? സാബു പറഞ്ഞത്ര 1.25 കോടി ഞാൻ ചോദിച്ചു. ഇപ്പൊ അത് കഴിഞ്ഞ് വീഡിയോ പിൻവലിച്ചപ്പോൾ പിന്നത്തെ വീഡിയോയ്ക്കകത്തെ കമന്റ് എന്നാണെന്നറിയാവോ? 2 കോടി മേടിച്ചോണ്ട് മുക്കി. ഞാൻ ചോദിക്കുന്നത്, 2 കോടി മേടിച്ചോണ്ട് മുക്കി. ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. എനിക്ക് മലയാളിയായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ വരും.
എനിക്ക് മലയാളിയായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ വരും. നാളെ എൻ്റെ ജീവിതത്തിലെ വളർച്ചയുടെ ഇടയ്ക്ക് ഈ 1.25 2 കോടി പൊങ്ങി പോരും. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലുള്ള എല്ലാ മനുഷ്യനോടും, ബുദ്ധിയുള്ളവരോട്, ഈ കിറ്റ് മേടിച്ച് നക്കുന്ന അടിമകളോട് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ സൗകര്യം പോലെ അവിടെ ഇരുന്ന് നേരത്തെ എഴുതി വെച്ച കമൻറ്റോ വേറെ കമൻറ്റോ എന്നതേലും ഉണ്ടാക്കണം. കാരണം എന്നാണെന്നറിയോ, എന്നെ സംബന്ധിച്ച് ഞാൻ ഉണ്ടായി എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നപ്പോൾ 2 ചാനലുമായിട്ടല്ല വന്നത്. 1 2 ഈ 2 ചാനലുമായിട്ട് അങ്ങ് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. നിനക്കൊക്കെ ചെയ്യാവുന്ന നീ അങ്ങ് ചെയ്യും. സാബു സാറെന്നും പറഞ്ഞ് എഴുതി വെക്കുന്നവന്മാരെല്ലാം അടിമകളാണ്, കിറ്റ് മേടിച്ച് നക്കുന്നവന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എനിക്ക് സാബുവിനെ ഒന്നും പേടിയൊന്നുമില്ല. എനിക്കിപ്പം നഷ്ടപ്പെടാൻ എനിക്ക് ജീവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുത്തരം പേടിക്കേണ്ട കാര്യവുമില്ല. സാബുവിന് പക്ഷെ അങ്ങനെയല്ല. സാബുവിന് പലതും ഉണ്ട്. എനിക്കൊരു കോപ്പം പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇനി എൻ്റെ ചരിത്രം ഞാൻ പറയാം. 2023 ഡിസംബർ 1-ാം തീയതിയാണ് നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങുന്നത്. ആദ്യത്തെ വീഡിയോ എന്നാണെന്നറിയോ, കേരളം ഇത് എങ്ങോട്ട്. എൻ്റെ പ്രസ്ഥാനമെല്ലാം തകർന്ന് തരിപ്പണമായി പോയപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രസ്ഥാനം മുടിഞ്ഞ് മുദ്രയിട്ട് പോയി, സാധനങ്ങളെല്ലാം വിറ്റു, മുന്നോട്ട് പണിയില്ല, പണിക്കാരെ പറഞ്ഞു വിട്ടു, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടു. ലക്ഷക്കണക്കിനല്ല, കോടിയോളം ആളുകൾ ആ വീഡിയോ കണ്ടത്. മറുനാടൻ സാധനം പോലും ആ വീഡിയോ എടുത്ത് വേറെ വീഡിയോ ഇട്ടു. ആ വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതിനകത്തുനിന്ന് പല പീസുകൾ എടുത്ത് കേരളം മുഴുവൻ ഓടി. അങ്ങനെ ഓടിയ സമയത്ത് എന്നെ കാണാൻ വേണ്ടി 2 പേര് വന്നു. ഒരാളുടെ പേര് ഷാജി എം ജോർജ്, വേറൊരാൾ കേരള ഹൈക്കോടതിയിൽ ഇന്ന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് സോനു അഗസ്റ്റിൻ. ഇവർ 2 പേരും കൂടെ എന്നെ കാണാൻ വന്നു. ഇവർ 2 പേരും കൂടെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ അന്നത്തെ കാലത്ത് എൻ്റെ ജീവിതത്തിൽ 3 പേരെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ സിനിമയ്ക്കുമായിട്ട് എനിക്കൊരു വലിയ അടുപ്പമുള്ള ആളല്ല. ഞാൻ സിനിമയൊക്കെ കാണും, പക്ഷേ എനിക്ക് സിനിമാ നടന്മാരെ ഒന്നും വലിയൊരു ആരാധനയുള്ള ആളല്ല. ഞാൻ ജീവിതത്തിൽ 3 പേരെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൽ ഒന്നാമനായിരുന്നു സാബു ജേക്കബ്, രണ്ടാമൻ അഡ്വക്കേറ്റ് ജയശങ്കർ, മൂന്നാമത് സന്തോഷ് ജോർജ് കുളങ്ങര. ഈ 3 പേരെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ സാബു ഒന്നാമത്തെ ആളായിരുന്നു. ഞാൻ ഇപ്പം തന്നെ പറയട്ടെ, ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനുമായി സാബു, ഏറ്റവും വെറുക്കുന്നയാള്. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഖം കാണരുതെന്ന് അറയ്ക്കുന്ന ഒരാള്. ഇതൊന്നും ഞാൻ പറയാലായിരുന്നു, ഞാൻ ഒഴിഞ്ഞു പോയതാ. സാബു അത് തുടങ്ങി വെച്ചത്. എന്നിട്ട് ഇവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ സാബു ജേക്കബ് കണ്ടു, അതുകൊണ്ട് നിങ്ങളെ അങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞങ്ങളെ വിട്ടതാന്ന് പറഞ്ഞു. ഇവർ എന്നോട് പറഞ്ഞ കാര്യമായത്. ഇതിന് എൻ്റെ വീടിനടുത്ത് പലചരക്കട നടത്തുന്ന ബിജു വരെ തെളിവാണ്. ബിജുവിൻ്റെ അവിടെ വന്നിട്ട് ഇവർ ചോദിക്കുന്നത്, ഈ സജി തോമസ് എന്ന് പറഞ്ഞ ആൾ എവിടെയാണ്? അപ്പം ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെങ്ങാണ്ട് നിൽക്കുക. ഇവരെന്നെ ഫോൺ വിളിച്ച് ബിജു പറഞ്ഞു, സജിച്ചേട്ടാ ഉദ്യോഗസ്ഥന്മാരെ പോലത്തെ 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ, പിടിച്ചോണ്ട് പോകാനാണെന്ന് സംശയമുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ കാഞ്ഞിരപ്പള്ളി കൂടെ കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു, സാബു ജേക്കബ് പറഞ്ഞിട്ട് വന്നതാ, നിങ്ങളെ 2020 വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. സാബു പക്ഷെ അന്ന് ബംഗാളിൽ പ്രസംഗിച്ച് എന്നാണെന്നറിയാവോ, ഈ പാർട്ടി കണ്ടിട്ട്, ഇതിൻ്റെ നന്മ കണ്ടിട്ട്, ഇതിൻ്റെ എന്നാ മറ്റേതാ നന്മയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നന്മ കുറച്ച് പറയാം ഇത് കഴിഞ്ഞിട്ട്. ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കാൻ വന്നതാണ്, ഒന്നുമല്ല. ഇവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചത്, വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. സാബു ജേക്കബിനെ ഒന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ ഈ കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റുമോ? ഇയാളെ കാണാൻ വേണ്ടി അങ്ങേരുടെ കൂട്ടത്തിൽ പോയി. ആദ്യം ചെന്ന അന്ന് 13 പേരുണ്ടായിരുന്നു. രണ്ടാമത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അന്ന് 15 പേരുണ്ടായിരുന്നു. കർഷക സംഘടനകളുടെ ആളുകൾ, വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ റോജർ ഉൾപ്പെടെ, ജോർജ് ജോസഫ് പാതപ്പള്ളി ഉൾപ്പെടെയുള്ള 15 പേര്, കൊല്ലത്തുനിന്ന് ഒരു പ്രസാദ്, ഒരു ഭാര്യ, ഇവരെല്ലാം ഉൾപ്പെടെ ഞങ്ങൾ സംസാരിക്കുമ്പം ഈ സാബു ഒരു ചോദ്യം ചോദിച്ചു, ഈ 2ാം പിണറായി സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവസാനം എൻ്റെ അഭിപ്രായം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൃത്യമായ PR വർക്കോടുകൂടി ഈ മാരക രോഗം കൊറോണ ഇങ്ങനെ കണ്ടമാനം നിൽക്കുന്ന സമയത്ത് ഈ തമ്മിൽ തല്ലുന്ന കോൺഗ്രസ്സുകാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ജനമെല്ലാം ചത്തുപോകൂ എന്ന് ജനത്തിൻ്റെ ഹൃദയത്തിൽ കയറ്റാൻ പറ്റിയതുകൊണ്ടാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ആ കിറ്റും ഒക്കെ ചിലപ്പോൾ കാരണമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ സാബു ജേക്കബ് എഴുന്നേറ്റ് കൈയെടുത്തു. എന്നിട്ട് പറഞ്ഞു, അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന 15 പേരെ വേണമെങ്കിൽ ഞാൻ TVക്കകത്ത് എല്ലാവരെയും, ഇതിനകത്ത് പൈസ മേടിക്കുന്നവരും എല്ലാം ഉണ്ട്, എല്ലാവരും പോയി വശീകരിച്ച് പോയാൽ പോകുമായിരിക്കും, പക്ഷേ ഇതിനകത്തുള്ള നല്ലൊരു ശതമാനം ആൾക്കാരെ വേണം ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്തിരുത്തി ലൈവ് പറയിപ്പിക്കാം, ഇതാ സംഭവം എന്ന്. അപ്പോൾ സാബു എന്നാ കാണിച്ചെന്നറിയോ? സാബു പറഞ്ഞു, എൻ്റെ നമ്പർ ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞു. വൈകിട്ട് 7 മണിക്ക് എന്നെ വിളിക്കണം. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും അല്ല, സജി തോമസ് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ വൈകുന്നേരം 7 മണിയായപ്പം വിളിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ കൊണ്ടുവന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനുണ്ട്, ആൽബർട്ട് അബ്രഹാം.
അദ്ദേഹം നമ്മുടെ വർക്കിനകത്തോട്ട് വരുവാണ് ഇതിൻ്റെ ചീഫ് ഇലക്ഷൻ മാനേജറായിട്ട്. അദ്ദേഹം വരുന്ന അടുത്ത മാസം 1-ാം തീയതി തൊട്ട് വരും. അന്നേരം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അവസ്ഥ എന്നറിയാലോ, എനിക്ക് എന്നാ കടമുണ്ട്, എൻ്റെ സാഹചര്യം എന്താണെന്ന് കേരളത്തിനോട് മുഴുവൻ പറഞ്ഞിട്ട് നിൽക്കുമ്പം ആ വീഡിയോ കണ്ട ഇയാൾക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താണെന്ന്. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല. പുള്ളി പറഞ്ഞു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരികയില്ല, ആയിക്കോട്ടെന്ന് പറയുകയും ചെയ്തു. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ ആൽബർട്ട് സാർ ആ ദിവസങ്ങളിൽ വന്നു. ആൽബർട്ട് സാറിനെ പോയി കാണാൻ എന്നെ കൂടെ വിളിച്ചു. ഞങ്ങൾ ചെന്ന് കണ്ടു. അപ്പോൾ വളരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. വടിയും കുടയും കൂടെ ഒരുമിച്ച് വെക്കുന്ന ഒരാളാണ്. കാര്യങ്ങൾ അറിയാവുന്ന, കേരളത്തിലുള്ള ഈ കേരള സംസ്ഥാനം രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിൽ നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകൾ, ആര് മത്സരിച്ചു, ആരൊക്കെ മത്സരിച്ചു, എത്ര വോട്ടിന് ജയിച്ചു, എത്ര ഭൂരിപക്ഷമുണ്ട്, കാര്യങ്ങളെല്ലാം അറിയാവുന്നൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം കൂടെ വന്നു കഴിഞ്ഞപ്പം എന്നെ കോട്ടയം ജില്ലാ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ 2020 ഇങ്ങനെ നാട് മുഴുവൻ വരികയാണെങ്കിൽ നല്ലതാണല്ലോ. ഈ ഇടതും വലതും എല്ലാം കൂടെ കാട്ടുമൂടിച്ച് ഇതുപോലെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തിട്ടേക്കുന്ന സമയത്ത് ഇത് കാര്യങ്ങൾ യോഗ്യമായിട്ട് നടക്കുകയാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ കോട്ടയം ജില്ലാ കോർഡിനേറ്ററായിട്ട് ഏറ്റെടുത്തപ്പോൾ ആദ്യം ഒരു സംഭവം ഉണ്ടായി. ഈ 2020-ക്കകത്ത് ഒരു 10-13 സ്റ്റാഫ് കോർഡിനേറ്റർമാരെന്ന് പറഞ്ഞ കള്ളന്മാരുണ്ട്. ഇവന്മാർ ഒരുത്തം ഫോൺ എടുക്കുകയില്ല. ഇവന്മാരുടെ സൗകര്യം, ഇവന്മാർ തീറ്റം കുടിയും കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടിയാലേ ഫോൺ എടുക്കുള്ളൂ. നിങ്ങൾ 2020-യുടെ നമ്പറിലോട്ട് വിളിച്ച് ആരെങ്കിലും ഫോൺ എടുക്കുമെന്ന് അറിയണമെങ്കിൽ ലോകം മുഴുവനുള്ള ആൾക്കാർ എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. രാത്രിയിൽ 2 മണിക്കൂറിൽ അധികം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എൻ്റെ 2 ഫോണുകൾ, ഒരു ഫോണിൽ 300-350 വാട്സാപ്പ് ഗ്രൂപ്പായിരുന്നു. ഈ 2020-യുടെ കൂടുതലും അണികളുടെ പ്രവർത്തനം വാട്സാപ്പിനകത്താണ്. വാട്സാപ്പിൽ തെറിയോട് തെറി. ചങ്ങനാശ്ശേരിയിൽ ഒരു മനോജ് കോയിപ്പള്ളിയൊക്കെ ഉണ്ട്. അവരെല്ലാം രാജിവെച്ചു പോയി. ഇപ്പം ഇവരെല്ലാം കൂടി ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പ്, അടി, അലമ്പ്. ഈ കാലഘട്ടത്തിൽ പാലാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം കമ്മിറ്റികൾ ഉണ്ടാക്കി. ഈ കമ്മിറ്റികളുടെ തുടക്ക സമയത്താണ് കിഴക്കമ്പലം മീറ്റിംഗ് വരുന്നത്. ആദ്യത്തെ മീറ്റിംഗ് പൂത്തൃക്ക എന്ന് പറഞ്ഞ മീറ്റിംഗാണ്. പൂത്തൃക്കായുടെ മീറ്റിംഗ് താഴെയാണ് ഞാൻ. പക്ഷേ കിഴക്കമ്പലം മീറ്റിംഗ് വന്നപ്പോൾ ഞാൻ സ്റ്റേജിലുണ്ട്. ഞാൻ അന്നൊരു 5 മിനിറ്റ് സംസാരിച്ചായിരുന്നു. അന്നാണ് ഈ ലോക്സഭാ ഇലക്ഷനിലോട്ട് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചത്. അന്ന് ഈ സാവു ഒരു പ്രസംഗം പ്രസംഗിച്ചു. എന്നെ അകത്താക്കിയാൽ പിണറായിയുടെ മകളെ ഞാൻ അകത്താക്കും, എൻ്റെ കൈ ബോംബുണ്ടെന്നും പറഞ്ഞൊരു പ്രസംഗം പ്രസംഗിച്ചു. അതോടുകൂടി ആൾക്കാർ പൂരാ തെറി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അയാളുടെ ഇത്രയും വലിയ തെളിവ് വെച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞത് എന്തിനാണ് എന്ന് ജനമെല്ലാം ചോദിച്ചു. മുത്തോലി പഞ്ചായത്തിൽ ഒരു ജോസഫ് ആന്റണി ഉണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു പൂരാ തെറിയും പറഞ്ഞ് നെടുനീളം ഇതിനകത്ത് അങ്ങ് രാജിവെച്ചു. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്നാ പറയാനാ? അങ്ങേരുടെയിലുള്ള ബോംബ് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടതല്ലേ, ഈ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഈ തെറിയോടുകൂടി തെറിയായി ഈ സംഭവം എല്ലാം ഒരു വശത്തൂടെ കമ്മിറ്റികളെല്ലാം പൊളിഞ്ഞു. ആൾക്കാരെല്ലാം ആം ആദ്മിയിൽ നിന്ന് വന്നവരെല്ലാം ആം ആദ്മി അന്നേരം ഏതാണ്ട് പൊളിഞ്ഞു നിൽക്കുക. അപ്പോൾ ആം ആദ്മിയിൽ നിന്ന് വന്നവരെല്ലാം പിന്നെ തിരിച്ച് ആം ആദ്മിയിലോട്ട് പോയി. അതെല്ലാം കഴിഞ്ഞ് കുറേ അധികം ആളുകളെല്ലാം കൂടെ ഇങ്ങനെ പോയി. അന്ന് 2 പേരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എറണാകുളം മണ്ഡലത്തിൽ ആന്റണി ജൂഡി, പിന്നെ ചാലക്കുടി മണ്ഡലത്തിൽ ഒരു ചാർലി പോളം. ഇവരെ 2 പേരെ പ്രഖ്യാപിച്ചു. ഇവർ 2 പേരും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് ഇലക്ഷൻ പ്രചരണ സമയമായി. അപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിന് പോയി ഇരിക്കുമ്പം ഇങ്ങേര് പറയും, ഞങ്ങളെല്ലാം കേൾക്കും. അതിനപ്പുറത്തൊന്നുമില്ല ഇവിടെ. അത്രയും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഈ എറണാകുളത്തെ സ്ഥാനാർത്ഥി ആന്റണി ജൂഡിയുടെ കൂട്ടത്തിലാണ് ഞാൻ പ്രചരണത്തിനുണ്ടായിരുന്നത്. ഈ ആന്റണി ജൂഡിയുടെ കൂട്ടത്തിൽ നിൽക്കുമ്പം എൻ്റെ വീടിൻ്റെ ലോണ് അന്നൊരു 5.5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ട രീതി കുടിശ്ശികയായി നിൽക്കുക. ഞാൻ അന്നേരം സാവു പറഞ്ഞ പോലെ 3 ദിവസത്തെ ഇതൊന്നുമല്ല, ഇലക്ഷന് 3 ദിവസമോ 4 ദിവസമോ കണ്ട ഞാൻ പോയുള്ളൂ. പക്ഷേ ഒരു ദിവസം 20 പ്രസംഗങ്ങൾ വരെയൊക്കെയാണ് റോഡിൽ പ്രസംഗിക്കുന്നത്. എനിക്ക് പ്രസംഗിച്ച് പരിചയമുള്ളതുകൊണ്ട് ഞാനതെല്ലാം സുഖമായിട്ട് പ്രസംഗിച്ചു. എൻ്റെ കയ്യിൽ ഒരു ഷുവറിൻ്റെ സെന്നസറിൻ്റെ കോഡ്ലെസ് മൈക്ക് ഉണ്ട്. ഞാൻ അതുകൊണ്ടുപോയി കുത്തി പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചാൽ അവർക്കെല്ലാം അറിയാം. നല്ല രീതിയിൽ മീറ്റിങ്ങുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പോകുന്ന സമയത്ത് എൻ്റെ ബിസിനസ് എല്ലാം പൊട്ടി പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം അവിടെ നിൽക്കുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ വന്നു. എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, സഹിച്ച പലചരക്കടയിൽ നിന്ന് സാധനം കിട്ടുകയല്ല, പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർ തരാൻ മടി പറഞ്ഞു, അതുകൊണ്ട്
അരി വീട്ടിലില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, വേറെ സാധനം ഒന്നുമില്ല. ഞാനിത് പണ്ടൊരു വീഡിയോയിൽ ആളിനെ ഒന്നും പറയാതെ ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടനെ ഈ ആൽബർട്ട് സാറിനെ വിളിച്ചു, സാറേ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം, പക്ഷേ ഞാൻ ഈ വിവരം പറഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു 60,000 രൂപയോളം വണ്ടിക്ക് പെട്രോൾ അടിച്ച പൈസ, മാസങ്ങളോളം പെട്രോൾ അടിച്ച പൈസ ഇവർ തരാനുണ്ട്. ഒരു പൈസ ഒന്നും തന്നില്ല. കാരണം അങ്ങോട്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ബില്ലൊക്കെ ആയി തിരിച്ചു കിട്ടണേ കാലങ്ങളെടുക്കും. എന്നിട്ട് ഞാൻ അവിടുന്ന് പതുക്കെ ആൽബർട്ട് സാറിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, സാറേ വീടിന് ഒരു ജപ്തിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് വീട്ടിൽ പോകണം. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു, സാബുവിനെ കയറി കണ്ടു. സാബു എത്രയുണ്ട് എന്നൊക്കെ ഒന്ന് ചോദിച്ചു. എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ ആത്യന്തികമായ വിഷയം എൻ്റെ വീട്ടിൽ അരിയില്ലെന്നുള്ളതാണ്. ആത്യന്തികമായ വിഷയം. ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്നാ, കേരളം സിംഗപ്പൂരാക്കുന്ന ആളുടെ പ്രസ്ഥാനം. ഒരു ദിവസം 12, 15, 20 പ്രസംഗങ്ങൾ വെച്ച് 3 ദിവസമേ നിന്നിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ പോലും 10-36 പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്. കിട്ടുന്നത് എന്നാണെന്നറിയാവോ? ഭക്ഷണം കിട്ടും, കിടക്കാനൊരു സൗകര്യം കിട്ടും. എനിക്ക് നല്ല മുറിയൊക്കെ എടുത്തു തന്നു എറണാകുളത്ത്. ഇത് രണ്ടും കൊണ്ട് നമുക്ക്. എന്നിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുക. എനിക്കിത് പറയാനും മേല. കാരണം ഞാൻ മാന്യമായിട്ട് ജീവിച്ച ആളാണ്. കോൺട്രാക്ടറായിരുന്നു. 200ഓളം ജോലിക്കാരെ വെച്ച് മാന്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ കൊള്ളാവുന്ന ആണുങ്ങളുടെ വീട് പണിതിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ആരോടും ചോദിച്ചൊരു പരിചയം എനിക്കില്ല. ഞാൻ ചെയ്തത് മുഴുവൻ നേരത്തെ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചായിരുന്നെങ്കിൽ ഞാനും സാബുവിനെ പോലെ ഒരാളായനെ. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അതൊന്നും പറയാനും പോയില്ല, ചെയ്യാനും പോയില്ല. ഇനി മുന്നിലോട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യും. കാരണം കേരളത്തിൽ അങ്ങനെ ചെയ്താലേ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ സങ്കടത്തോടെ ഇങ്ങ് വരിക. ഞാൻ ഒരിക്കൽ കൂടി ആ സാഹചര്യം പറയാം. തൊടുപുഴയിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് കയറുന്ന വഴിക്ക് ഒരു സെൻറ്റ് മേരീസ് എന്നും പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ വാതൊക്കെ വരുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. കോട്ടയത്തു നിന്ന് ഒരു അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടംചിറ. ഇദ്ദേഹം എന്നെ വിളിച്ചു, സജി എന്നാ ഉണ്ട് വിശേഷങ്ങൾ, എങ്ങനെ പോകുന്ന ഇലക്ഷൻ? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിലോട്ടൊന്ന് പോകുക, ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ എന്നും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പം വീണ്ടും ഇദ്ദേഹം എന്നെ വിളിച്ചു, സജി സ്വരത്തിലൊരു വ്യത്യാസം ഉണ്ടല്ലോ, എന്നാ സജി ഫോൺ എന്നാന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ചിന്തിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിൽ അരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ കരച്ചിൽ കരഞ്ഞു. എനിക്കിത് പറയുന്നതിന് നാണമൊന്നുമില്ല, അല്ലെങ്കിൽ നാണക്കേടുമില്ല. ഞാൻ പറയുന്നത് നടന്ന സംഭവം. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സജി ഫോൺ പോയി സജി എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് അദ്ദേഹം പിണങ്ങിപ്പോയി. 5 മിനിറ്റ് കഴിയുമ്പോൾ ക്ലിങ് എന്നൊരൊച്ച കേട്ടു. നോക്കുമ്പോൾ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ഞാൻ ആ മനുഷ്യൻ്റെ മുമ്പിൽ നമസ്കരിക്കുക. ഇത്രയും വലിയവൻ്റെ കൂടെ നടന്നിട്ട് അരി മേടിക്കാൻ കോട്ടയത്തുള്ള വക്കീല് ആ പൈസ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ അരി മേടിച്ചു. അന്നുകൊണ്ട് എനിക്ക് കഴിച്ചു. അതേ സമയത്ത് അവിടെ വീഡിയോ ചെയ്യാൻ വന്ന യൂട്യൂബർമാർക്ക് നല്ല തുകയുടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ വിളിച്ചോണ്ട് പോകുമ്പം എന്നെ കൊണ്ടുപോയവർ പറഞ്ഞ്, നിങ്ങളുടെ ചാനൽ ഇതിനകത്ത് നമുക്ക് റെഡിയാക്കാം. പക്ഷെ ഞാൻ അന്നത്തെ കാലത്ത് ഒരു വീഡിയോ ഇട്ടാൻ ആ വീഡിയോ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു. ലാസ്റ്റ് എനിക്ക് വീഡിയോയിൽ നിന്നും വരുമാനമില്ല, എനിക്ക് യാതൊരു സാഹചര്യവും ഇല്ല, പണിയെടുത്ത് മടുക്കുന്ന ഒരവസരം. അപ്പോൾ ഇതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ വീണ്ടും പുള്ളിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സങ്ങേയറ്റം മടുത്തു. ഞാൻ ഇങ്ങേരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും ഇങ്ങേരെ എന്നോട് പറഞ്ഞു, അത് നിങ്ങളുടെ സ്ഥലം പീസായിട്ട് മുറിക്കണം, ഒരു 3 സെൻറ്റ് 3 സെൻറ്റ് 3 സെൻറ്റ് അങ്ങനെ അങ്ങ് വിറ്റോളാൻ പറഞ്ഞു. ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. ഇനി പോരുകയും ചെയ്തു. അപ്പം ഞാൻ പോരാൻ നേരത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്നാ? താങ്കൾ രാജിവെച്ചെന്നുള്ളതിൻ്റെ കാരണങ്ങളോ ഒന്നും പൊതുജനത്തോട് പറയരുത്. ഞാൻ ചോദിച്ചാൽ എന്നാ? ഇപ്പോൾ അന്ന് നിങ്ങൾക്കറിയാവോ, അന്ന് ഈ I2A സുനില എടുത്തിട്ട് ഈ സാബുവിനെ തെറി വിളിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ഇപ്പോൾ കോട്ടയം കോർഡിനേറ്റർ രാജിവെച്ചെന്ന് പറഞ്ഞാൽ ഉടനെ I2A സുനിൽ അവിടെ വരും. ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ അതിനും കൂടെ മറുപടി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ കാര്യമൊന്നും, നിങ്ങൾ രാജിവെച്ചെന്നോ രാജിവെച്ചില്ലെന്നോ ഒന്നും പറയരുത്. ആൾക്കാർ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കണ്ട. കാരണം 2020 ആരും ഫോൺ എടുക്കില്ല. അതുപോലെ തന്നെ ഇനി എന്നിട്ട് നിങ്ങൾ ഫോൺ എടുക്കേണ്ടത് മാത്രമല്ല, നിങ്ങൾ ആരോടും മറുപടിയും പറയണ്ട. നിങ്ങൾ രാജിവെച്ചോന്ന് ചോദിച്ചാൽ രാജിവെച്ചില്ല, നിങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്കൊരു വാക്കേ ഉള്ളൂ. ഞാൻ ആ വാക്ക് സാബു ഇത് തെറ്റിക്കുന്നത് വരെ ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് കൊടുത്തോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എനിക്ക് പറ്റിയല്ല. പക്ഷേ സാബു ഇത് തെറ്റിച്ചപ്പോൾ സാബുവിന് മനസ്സിലായി ഈ അഷറഫ് അസ്ലം പറഞ്ഞത് കറക്റ്റാണ്. ഇനി അദ്ദേഹത്തിനോടൊപ്പം പിന്നെയും ആളുകൾ ഇത് പറയാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ, ഈ പാർട്ടി തുടങ്ങാൻ രക്തവും ജീവിതവും കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, ഒരു AY ജോസഫ്. അയാൾ ആദ്യം ഇതിനകത്തുനിന്ന് രാജിവെച്ചു പോയി. അയാളെ മാനസികമായി തകർത്തിറക്കി വിട്ടു.
അത് കഴിഞ്ഞ് ഇങ്ങേരുടെ കൂടെ നടന്ന ഒരു സന്തോഷ് വർഗീസ് ഉണ്ട്, എറണാകുളം ജില്ലാ കോർഡിനേറ്റർ. അങ്ങേര് രാജിവെച്ചു. ഞാനൊരു 5 മാസം ഉള്ളായിരുന്നു, ഞാൻ രാജിവെച്ചു. ഈ അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചർ രാജിവെച്ചു. പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചു. ഇപ്പോ ഈ പാലായിലൊക്കെ ഉണ്ടായിരുന്ന മുഴുവൻ കമ്മിറ്റികളും അവരെല്ലാം പോയി. ഈ ചങ്ങനാശ്ശേരിയിലൊക്കെ ഇതിനുവേണ്ടി ഓടി നടന്ന മനോജ് കോയിപ്പള്ളിയെ പോലുള്ളവരെല്ലാം പോയി. കൂട്ടത്തോടെ ആൾക്കാർ പോയി. ഞാൻ ഇതിനു വേണ്ടി ഓടി നടന്നയാളാ. ഒരു നല്ല കാലം നമ്മുടെ നാട്ടിൽ വരുമെന്നും പറഞ്ഞു. ഇനി ചില കാര്യങ്ങൾ പറയാം. കേരളത്തിൽ ഏറ്റവും അടിമ മനോഭാവമുള്ള ജനം എവിടത്തെയാണെന്ന് ചോദിച്ചാൽ കിഴക്കമ്പലം പഞ്ചായത്തുകാരാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യ മനോഭാവമുള്ളവർ. കാരണം ഈ കിറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പകർച്ചവ്യാധിയോ ബാക്കി സംവിധാനമോ വരുമ്പോൾ മേടിച്ചെങ്കിൽ അതും സാമ്പത്തിക സാഹചര്യം ഉള്ളവരെങ്ങനെ പോയി മേടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പല വീട്ടിലും കിറ്റ് കൊണ്ട് വെച്ചിട്ട് ഓടുവന്നാ മനസ്സിലാവുന്നത്. കാരണം ഇലക്ഷൻ ആവുന്നതുകൊണ്ടാ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോടതി പറഞ്ഞു പണവും, ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിയമം എന്താ, വോട്ടിന് പണമോ പാരിതോഷികങ്ങളോ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല. അപ്പൊ ഞങ്ങളെല്ലാം പ്രസംഗിക്കുക 50% ഡിസ്കൗണ്ടിൽ ഭക്ഷ്യസുരക്ഷ. പിന്നെ ഞങ്ങൾ ഭരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങള് കേന്ദ്രത്തിലോട്ടുള്ള ഇലക്ഷനാണേ, ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വന്യമൃഗങ്ങളെ തടുക്കും, ഞങ്ങൾ മുല്ലപ്പെരിയാർ പണിയും. ഞങ്ങളൊന്നുമല്ല, ഞാൻ മുല്ലപ്പെരിയാർ പണിയും, ഞാൻ വന്യമൃഗങ്ങളെ തടുക്കും, ഞാൻ ഭക്ഷ്യസുരക്ഷ ഒഴിവാക്കും, ഞാൻ മുഖ്യമന്ത്രിയാകും, ഞാൻ 10 മന്ത്രിമാരാകും, ഞാൻ 140 മണ്ഡലത്തിൽ മത്സരിക്കും. ഞാൻ 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 കൂടെ നടക്കുന്ന ഓക്കന്മാരല്ല എന്നത്തിനാ പിന്നെ കൂടെ ഉള്ളവന്മാരോട് ഞാൻ ചോദിക്കാം, നീയൊക്കെ പിന്നെ എന്നാ മൂഞ്ചാനായി കൂട്ടത്തിൽ നടക്കുന്നത്? നാളെ ഒരു കാലത്ത് അവസരം കിട്ടുമ്പം തിരിഞ്ഞു കടിക്കാത്ത, ഏറ്റു നിൽക്കാൻ ശേഷിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് നിയമിക്കും. പുറകെ നടക്കുന്ന നാട്ടിലുള്ള ആണുങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ, ഒരുത്തനും ഒന്നും ആകാൻ പോകുന്നില്ല. ഇതാ സാങ്കേതികം. ഇതുപോലെ ദാരിദ്ര്യ മനോഭാവമുള്ള ഒരു ജനം കിഴക്കമ്പലംകാര്, നാണമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇത്രയും ഭരിച്ചിട്ട് ഇത്ര ഉണ്ടെങ്കിൽ ഇതുപോലെ ദാരിദ്ര്യം ഈ കിറ്റിന് നടക്കുന്ന എന്നാ നാണം കെട്ടവരാ നിങ്ങളോ? കിഴക്കമ്പലംകാരോട് ചോദിക്കട്ടെ, നാണമുണ്ടോ നിങ്ങൾക്ക്? 479 പേര് വീടില്ലാത്തവരുണ്ടെന്ന് 2024 വിവരാവകാശം വന്നു. 479 പേര്. 6 അംഗനവാടികൾക്ക് കെട്ടിടമില്ലെന്ന് വിവരാവകാശം വന്നു. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ബോട്ട് സർവീസ് നടത്താവുന്ന ബസ് സ്റ്റാൻഡ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മൂത്രം ഒഴിക്കാൻ ഒരു പബ്ലിക് അക്കൂസ് ഇല്ലാത്ത കിഴക്കമ്പലം, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അനേക കണക്കിന് റോഡുകൾ. ഇതാ ഇന്നത്തെ കിഴക്കമ്പലം. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നൊന്നുമല്ല കിഴക്കമ്പലം. അത് അവിടെ ചെന്ന് കണ്ടിട്ടുള്ള ആമ്പിള്ളേരോട് ചോദ്യം ഇല്ല. നിങ്ങൾ ഒരു ദിവസം ഈ കിറ്റക്സിന്റെ ക്ഷണം സ്വീകരിച്ച് അതിലൂടെ പോകാതെ, അല്ലെങ്കിൽ സാബുവിന്റെ ക്ഷണം സ്വീകരിച്ച് പോകാതെ, 2020 ക്ഷണം സ്വീകരിച്ച് പോകാതെ നിങ്ങൾ ഒരു വണ്ടി എടുത്ത് അതിന്റെ ഗ്രാമങ്ങളിൽ കൂടെ ഒന്ന് കറങ്ങിക്കേ, 2020 എന്നതാണെന്ന് അറിയണമെങ്കിൽ. തെറി പറയുന്നവന്മാരെ എഴുതി വെച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, 2 ചാനലിലും പൊക്കോട്ടെ, എന്നാലും എനിക്ക് വിഷയമില്ല. നീയൊക്കെ എന്നാ വിചാരിച്ച ഞാൻ പേടിച്ചങ്ങോട്ട് അങ്ങ് വരണ്ടു പോയെന്നോ? അങ്ങനെയൊന്നും പോകുകയല്ല മോനെ. എനിക്ക് പോകാൻ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു ജീവൻ മാത്രമേ ഉള്ളൂ. 1.25 കോടി ചോദിച്ചെന്ന് മൊയിലാളി പറഞ്ഞു, സാവു 2 കോടിക്ക് തീർത്തെന്ന് അണി പറഞ്ഞു. എടാവേ, മൂന്നാനപ്പള്ളി ബിജുവിന്റെ കടയില് ഞാൻ പലചരക്ക് മേടിക്കുന്ന കടയാ, ഇപ്പോഴും 20,000 രൂപ കൊടുക്കാൻ കിടപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 2 കോടി രൂപ കിട്ടിയെങ്കിൽ ആദ്യമേ പലചരക്കടയിലെ പൈസ കൊണ്ട് കൊടുക്കണ്ടേ? എന്റെ കൂട്ടുകാരന്റെ കടയെ, അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് ഞാൻ പേര് പറഞ്ഞു. അല്ലെ ഞാൻ അത് പറയാനായിരുന്നു. അയാൾക്ക് കൊടുക്കാനുണ്ടെന്നാ പറഞ്ഞത്, അയാൾ എനിക്ക് തരാനുണ്ടെന്നല്ല പറഞ്ഞത്. ചുമ്മാ എഴുതി തള്ളുമ്പോ കോടി. ഇതുപോലെ സന്തോഷ് വർഗീസ് എന്ന് പറഞ്ഞ ഒരാള് ജില്ലാ കോർഡിനേറ്റർ ആയിട്ട് 6 വർഷം ഇയാളെ സേവിച്ചു. ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞത് ബാക്കി, അത് അയാൾ അതിന്റെ ബാക്കി പറയട്ടെ, ഞാൻ അതിന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായിരുന്നു സാഹചര്യങ്ങള്? എന്നതാ ഇത് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഞാൻ വിചാരിച്ചു കേട്ടോ, രാഷ്ട്രീയക്കാരെ കള്ളം പറയുള്ളൂ, സാബു ഒന്നും കള്ളം പറയില്ല, സാബു വാ വിളിച്ചാൽ നുണയെ പറയുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇതോടുകൂടിയാണ്. നിങ്ങൾ കയറി നോക്ക് കിഴക്കമ്പലം. നിങ്ങൾ കിഴക്കമ്പലത്തിന് ഇവരെ ഈ 2020 ഒന്നും കൂടാതെ നിങ്ങൾ കയറി നോക്ക്, അവിടെ എത്ര റോഡുണ്ട് നല്ലതെന്ന്. നല്ല പെരുമഴ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് കൂടെ ഒന്ന് പൊക്കേ. അല്ലാതെ ഇത് ചുമ്മാ കള്ളത്തരം പറയുന്നൊന്നുമല്ല. ഇതിനകത്ത് ഒരു സത്യമുണ്ട്. എന്നാന്നറിയോ? 2015 മുതൽ 2020 വരെ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അന്ന് കമലഹാസൻ
ജയറാം, ശ്രീനിവാസൻ, സിദ്ദിഖ് ലാല്, സിദ്ദിഖ്, ഒത്തിരി വൻ വ്യവസായികൾ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ലോകം മുഴുവനുള്ള മലയാളികളോട് പറയട്ടെ, ഇന്ന് ഇവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ആരുമില്ല. ഈ സൈസ് പുതിയ ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. കമലഹാസൻ ജീവനോടെ ഇല്ലേ? ജയറാം ജീവനോടെ ഇല്ലേ? ഇനി ഈ വൻ വ്യവസായികൾ ഈ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ജീവനോടെ ഇല്ലേ? ആരും എന്നാ ഇതിനകത്തുനിന്ന് പോയത്? എന്നിട്ട് അവരുടെ വീഡിയോ ഇന്ന് വിട്ട് കാണിക്കുക കേരളത്തില് പാട്ടാ. അന്നത്തെ കാര്യം തന്നെ വീണ്ടും അടിച്ചടിച്ച് വിടുക. ഈ പ്രാവശ്യം അതല്ലാതെ എന്നാ ഇടാനുള്ളത്? നിങ്ങൾ ഈ 2020 മഹാസമ്മേളനങ്ങൾ എന്ന് പറയുന്ന ഓരോ മീറ്റിങ്ങിലും നോക്കിക്കോ, ഈ കാണുന്നത് മുഴുവൻ പഴയ കാര്യങ്ങളാണ്. ആ പഴയ കാര്യങ്ങൾ PR ടീമിനെ വെച്ച് വെച്ചങ്ങലക്കുക. PR ടീമിനെ വെച്ച് എങ്ങനെ ഭരണം പിടിക്കാമെന്ന് സാബുവിന് നല്ലപോലെ അറിയാം. അതാ സാബു ചെയ്യുന്നത്. സാബു അത് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഒട്ടും പരാതിയില്ലായിരുന്നു. ഞാൻ എൻ്റെ വഴിക്ക് മാന്യമായിട്ട് പോയതാ. ഞാൻ പറയാൻ വേണ്ടി ഇരുന്നതല്ല. പിന്നെ കയറിച്ചൊറിഞ്ഞപ്പം 1.25 കോടി രൂപ ചോദിച്ചപ്പം ഞാനും കോടികൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കാരണം എൻ്റെ കാരണവന്മാർ അത്രയും വലിയ കമ്പനിയൊന്നും എനിക്ക് ഉണ്ടാക്കി തന്നില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ കോടി എന്ന് പറഞ്ഞാൽ ഞാൻ മിനിങ്ങാന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു ഇയർ ബാലൻസ് പോയാൽ ഏത് വലിയവൻ്റെ വെടിതീരും. അത്ര ഉള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം തല നേരെ നിൽക്കുകയല്ല, വലതുവശത്തോട്ട് ഇങ്ങനെ പോവുക, തെരുതെരന്ന് വാളും. ഇങ്ങനെ മറ്റേക്കൂട്ട് വാളല്ല കേട്ടോ, ഛർദി. ഇതും കൂടെ വന്നു കഴിയുമ്പോൾ എൻ്റെ കൊച്ചുമാനൊക്കെ പേടിച്ചു പോയി. അപ്പൊ ഞാൻ പറയുന്നത് ഇത്ര ഉള്ളു കോടിയുടെ വില. അതുകൊണ്ട് കോടിയുടെ പേരിലൊന്നും നെകളിക്കാതെ, ഇത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചതാ സാബു. ഇനി ഇതുപോലെ പലരും കയറ്റുമെന്ന് പറയും. അതിന്റെ സുഖം എന്നാന്ന് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഇനി ഞാൻ പറയാം, ഞാൻ തന്നെയാണ് പറയുന്നത്, എന്നാലും ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു ഭാഷയായിപ്പോയി. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് 15 ദിവസത്തിനായി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കോടതി സ്റ്റേ ചെയ്തത്. ഈ സാബുവിന് ജനസേവനമാണ് ഉദ്ദേശമെങ്കിൽ 16ാമത്തെ ദിവസം ഇത് വീണ്ടും തുറക്കാൻ വരെ ഇയാൾ എന്നെ ഇത് തുറക്കാഞ്ഞത്? ഇയാൾ ജനത്തിനെ സേവിക്കുക എന്നുള്ളതല്ല ഇയാളുടെ ഉദ്ദേശം. എന്നിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞ് എൻ്റെ വോട്ട് മേടിച്ച് തിന്നവന്മാർ, നന്ദിയില്ലാത്തവന്മാർ എനിക്ക് വോട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. ഈ സാബു ഓരോ സമയത്തും പറഞ്ഞ മുഴുവൻ വീഡിയോയും എൻ്റെ ഈ സ്റ്റോക്കുണ്ട്. ചുമ്മാതൊന്നുമല്ല പറയുന്നത്. എന്നാൽ ഞാൻ ഇറക്കി എന്ന് പറയുന്ന ഒരു പ്രസ്താവന സാബുവിന് കാണിക്കാവോ? ഞാൻ 2020 എന്നതേലും പറഞ്ഞ് എന്തെങ്കിലും മോശം വീഡിയോ ഇറക്കി എന്നും പറഞ്ഞ് ഒരു വീഡിയോ സാബുവിന് കാണിക്കാവോ? അല്ലെ കൂട്ടത്തിലുള്ളവന്മാർക്ക് കാണിക്കാവോ? എന്നാൽ നിങ്ങൾ ഈ കമന്റ് എഴുതുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? നിങ്ങൾ മേടിച്ചു. എനിക്കതൊന്നും കുഴപ്പമില്ല. ഒത്തിരി കോടി കയ്യിലുണ്ടല്ലോ, പറയാൻ മേടിച്ചോണ്ട് പോകും. കിറ്റ് നാട്ടുകാർക്ക് കിട്ടുന്നത് മേടിച്ച് നിങ്ങളും കഴിച്ചോ. ഇങ്ങനെയല്ലേ ഇവൻ്റെയൊക്കെ കുറേ പോട്ടെ. കാരണം കൂടെ നടക്കുന്നവന്മാര് ചങ്ക് പറഞ്ഞ് നടക്കുന്നവൻ, ഈ സന്തോഷ് വർഗീസൊക്കെ എത്ര കാലം ഇയാൾക്ക് വേണ്ടി പണിയെടുത്തെന്നറിയോ? 7 വർഷം 6 വർഷക്കാലം ഇയാൾ പ്രവാചകനാണ്, ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കാൻ പോയത്. സന്തോഷ് വർഗീസിനോടും പറഞ്ഞ തനിക്ക് നാണമില്ലല്ലോ കേട്ടിട്ട് അനങ്ങാതിരിക്കുന്നത്. ഇതുപോലെ എല്ലാ മനുഷ്യരും എത്ര പേരാ രാജിവെച്ചത്? നീ ഒരു കണക്കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ചാലക്കുടി മണ്ഡലത്തിൽ കിട്ടിയത് 1 ലക്ഷത്തിൽ താഴെ വോട്ട്, 4ാം സ്ഥാനത്ത് പോയി. അന്നേരം അപ്പുറത്ത് കിട്ടിയത് ആന്റണി യൂഡിക്ക് കിട്ടിയത് 42,000 വോട്ട്, 1.5 ലക്ഷം വോട്ടാണ് കിട്ടിയത്. അതിനുശേഷം ഇതിനകത്തുനിന്ന് കൂട്ടരാജി ഉണ്ടായത്. ഈ പ്രാവശ്യം കഥ അറിയത്തില്ലാത്ത കുറച്ച് പാവങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്. അതുങ്ങൾ ഓർക്കും ഇപ്പൊ ഭക്ഷ്യസുരക്ഷ വരും. ഞാൻ കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും കൊല്ലത്തും ഒക്കെയുള്ള 2020 സ്ഥാനാർത്ഥികളോട് പറയട്ടെ, നിങ്ങൾ അവിടെ എങ്ങാനും ചെന്ന ആൾക്കാരോട് ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കാവുന്നതിനും പറഞ്ഞാൽ ഇയാൾ ഉള്ളതും കൂടെ നിർത്തിയിട്ട് നിൽക്കുക. കിഴക്കമ്പലത്തിന് ശേഷം ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തിലെല്ലാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, ഒരിടത്തും ഉണ്ടാക്കിയില്ല. അപ്പൊ കാഞ്ഞിരപ്പള്ളി നിങ്ങൾ മത്സരിക്കുമ്പോൾ എന്നാന്ന് പറയും? പാലായി മത്സരിച്ച എന്നാന്ന് പറയും? ഇവിടെ ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കാമെന്ന് പറയുമോ? ഒന്നും നടക്കുകയില്ല. നാട്ടുകാർ നിങ്ങളെ ഓടിച്ചിട്ട് പൊതിരെ തല്ലും. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നവരോടൊക്കെ പറയട്ടെ, മര്യാദയ്ക്ക് നടന്നില്ല നിങ്ങളെ പൊതിരെ തല്ലും എടുത്തിട്ട് ആൾക്കാർ. കാഞ്ഞിരപ്പള്ളിയിലൊക്കെയുള്ള എൻ്റെ സ്നേഹിതനൊക്കെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, നിങ്ങളോടൊക്കെ പറയട്ടെ, പൊതിരെ തല്ലു മേടിക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം അവിടെ ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കുമെന്ന് പറയാൻ പോയാൽ. ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നാണെന്നറിയോ? ഈ ഇലക്ഷൻ്റെ അന്ന് രാത്രിയിൽ ഇയാൾ കയറി അമേരിക്കയ്ക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കണ്ടതാ.
പിന്നെ ഒരു 10-20 ദിവസം ഇങ്ങനെ കാണുകയില്ല. ഈ 10-20 ദിവസത്തിനുള്ള റിസൾട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും സംഭൂച്ചിരാകും. ഈ 1.5 ലക്ഷം വോട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്തുണ്ട്. അന്ന് ഒത്തിരി പേരുണ്ട്, ഞങ്ങൾ ഒത്തിരി പേര് രാജിവെച്ചു പോയി. ആ 1.5 ലക്ഷം പേര് 1600 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 93.25 വോട്ട് കിട്ടും. ഇത്രയും വീതിച്ചാൽ അന്നേരം പറയുന്ന കേരളം മറിച്ചു വെക്കുമെന്ന്. ഈ സോഷ്യൽ മീഡിയ അല്ലല്ലോ വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. സോഷ്യൽ മീഡിയയിൽ കുറെ കാണിച്ചു കഴിയുമ്പോൾ ആൾക്കാരെ കുറെ തെറ്റിദ്ധരിപ്പിക്കാനേ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ സാവു, 2020 ശേഷം ചെയ്തത് വല്ലതും പുതുതുണ്ടെങ്കിൽ വീഡിയോ ഇറക്കി വിടും, അത് അന്തസ്സായിട്ട് ആൾക്കാർ അംഗീകരിക്കും. ഇപ്പൊ ഈ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതിന് പകരം വേറെ വല്ലതും പറഞ്ഞിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്? നിങ്ങൾ കേരളം ഭരിക്കുന്നതിന് എനിക്കൊരു പരാതിയില്ല. നിങ്ങൾ കേരളം ഭരിച്ചിട്ട് നിങ്ങൾ തന്നെ മുഖ്യമന്ത്രി, നിങ്ങൾ 10 മന്ത്രി ആയിക്കോ, നിങ്ങൾ തന്നെ വന്യമൃഗങ്ങളെ തടഞ്ഞോ, നിങ്ങൾ തന്നെ ഡാം പണിതോ, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമില്ലെന്ന്. എന്നെ കൊണ്ട് അഴയ്ക്കാലും കേരളം ഭരിക്കാൻ പറ്റിയല്ല. അതിനുള്ള സാഹചര്യം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എൻ്റെ ബാങ്കിലെ ലോണ് 4974 നല്ല മനുഷ്യര് കൈ നീട്ടിയപ്പം ക്ലോസ് ചെയ്യാൻ പറ്റി. ഞാൻ അവരോട് ചോദിച്ചത് ഇങ്ങനെ, എൻ്റെ സാഹചര്യം ഇതാ. ഞാൻ പക്ഷെ 3 കാര്യം അവരോട് ചോദിച്ചത്. എന്നൊക്കെ ചോദിച്ചെന്നറിയാമോ? എൻ്റെ വസ്തുവക ഒന്ന് വാങ്ങാമോ? ആ വീഡിയോയും കിടപ്പുണ്ട്, ഞാൻ പ്രൈവറ്റായിട്ട് നിർത്തിയെന്നേ ഉള്ളൂ. നാളെ വേണേ അത് പുറത്തിട്ട് കാണിക്കാം. രണ്ടാമത് ചോദിച്ചത്, എൻ്റെ വസ്തുക്കളുടെ ആധാരം ഒന്ന് എടുത്ത് കൈപ്പിടിച്ചിട്ട് ഇത് വിൽക്കുന്ന കാലത്ത് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ അതെടുത്തു. ഇത് രണ്ടും കഴിയുകയല്ലെങ്കിൽ എന്നെ ഒന്ന് സാമ്പത്തികമായി സഹായിക്കാമോ? അത് 1 രൂപയായാലും കുഴപ്പമില്ല, 2 രൂപയായാലും കുഴപ്പമില്ല. 5 ലക്ഷം രൂപ വരെ തന്ന ഒരു 3-4 പേരുണ്ട്, നല്ല മനുഷ്യര്. ഞാൻ ഇവരുടെ കൂടെ പ്രസംഗിക്കാൻ പോയിട്ടില്ല, ഇവരുടെ കൂടെ ഒരു പരിപാടിക്കും പോയിട്ടില്ല, പ്രവർത്തിക്കാൻ പോയിട്ടില്ല. എൻ്റെ ചോദ്യം സാബുവിനോട് ഞാൻ ചോദിക്കുക. 1, എൻ്റെ കയ്യിൽ 4974 പേര് എനിക്ക് പൈസ തന്ന ലിസ്റ്റുണ്ട്, ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സാബു, താങ്കൾ ഒരു അന്തസ്സുള്ളവനാണെങ്കിൽ അതിനകത്തൊരു 100 രൂപ എനിക്ക് ഇട്ടതിൻ്റെ ഒരു രേഖ കാണിക്കാമോ? താങ്കൾ കേരളം ഉണ്ടാക്കാൻ നടക്കുന്ന ആളല്ലേ. ഒരു 100 രൂപ എനിക്ക് ഇട്ട് തന്നത്. ഇനി താങ്കൾ വേണ്ട, താങ്കളുടെ നേതാക്കന്മാരിൽ ഏതെങ്കിലും 1-2 പേരുണ്ടെ ഒന്ന് കാണിക്കാവോ? ഒരു 100 രൂപ. സാബു പറഞ്ഞോളെ, ഞാൻ 3 ദിവസം പ്രസംഗിച്ചല്ലോ. എറണാകുളം മണ്ഡലത്തിൽ 3 ദിവസം പ്രസംഗിച്ചു. ബന്ദിക്കോസിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസംഗത്തിന് 500 രൂപയും ചാപ്പാടും കിട്ടും. 3 ദിവസം കൊണ്ട് 36 പ്രസംഗം പ്രസംഗിച്ചു. വേണ്ട, എനിക്കൊരു 100 രൂപ നിങ്ങൾ തന്നിട്ടുണ്ടോ? നാണമുണ്ടോ സാബു തനിക്ക് ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ? താങ്കളൊരു അന്തസ്സുള്ളവനാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇതുപോലെ നുണയനാണെന്നും കൂടെ ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ 1.25 കോടി രൂപ താങ്കളോട് ചോദിച്ചതിന് എന്തെങ്കിലും ഒരു തെളിവ് താങ്കൾക്കുണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാൻ കേരളത്തിലെ ലോകം മുഴുവനുള്ള മലയാളി പൊതുസമൂഹത്തോട് ചോദിക്കട്ടെ. എന്നെ പോലെ ഒരുത്തൻ, ഞാൻ എൻ്റെ യൂട്യൂബ് അന്ന് ചെല്ലുന്ന സമയത്ത് എൻ്റെ എല്ലാം പൊളിഞ്ഞു പറഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ബാങ്കിൽ കുടിശ്ശികയുള്ളത് 5 ലക്ഷം രൂപയേ ഉള്ളൂ, അല്ലാതെ വേറെ കുടിശ്ശിക പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ചെന്ന് 1.25 കോടി തരാമോ എന്ന് ആരോടെങ്കിലും ചോദിക്കുമോ? ചോദിക്കണേ, എനിക്ക് തലയ്ക്ക് വല്ല ലൂസ് ഉണ്ടാകട്ടെ. 1.25 കോടി ചോദിച്ചു. ഇനി വേണ്ട 1 കോടി ചോദിച്ച ആരെങ്കിലും തരുമോ? വേണ്ട 50 ലക്ഷം ചോദിച്ച ആരെങ്കിലും തരുമോ? തരികയില്ല. അപ്പം ഞാൻ ആൾക്കാരോട് പറഞ്ഞത് എന്താ, എനിക്ക് 1 രൂപയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ 1 രൂപ അത് പലരാകുമ്പോൾ വലുതാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് ചെയ്തത്. അന്ന് എന്നെ അനേകം സഹായിച്ചു. ഈ 2020 ഒരു മനുഷ്യൻ എന്നെ സഹായിച്ചതായിട്ട് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മനുഷ്യൻ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ, പക്ഷേ ഈ നേതാക്കന്മാരാരും ഇട്ടിട്ടില്ല. ഇതാണ് ഈ 2020 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് നടന്നിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഞാൻ ഹൃദയത്തിൽ നിന്നൊരു കാര്യം പറയാം. ഈ സാബുവിനേക്കാളും നല്ലത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എന്നാന്നറിയോ? അയാളുടെ കൂടെ നിൽക്കുന്നവരെ അയാൾ ചങ്ക് പോലെ കഴുകും. അതാണ് ആ പാർട്ടിയുടെ വിജയം. അല്ലെങ്കിൽ ആ കൂടെ നിൽക്കുന്ന ആൾക്കാർ കേരളത്തിലുള്ള LDFകാരെ എല്ലാം നോക്കിക്കേ, സാബു കൂടെയുള്ളവനെയും ചതിക്കും.